ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? സുഖമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് കടലക്കറിയാണ്. ബ്രേക്ക്ഫാസ്റ്റ് മെനൂസിനൊക്കെ ഒപ്പം കോമ്പിനേഷനായി കഴിക്കാൻ പറ്റിയ ഒരു കടലക്കറിയാണ് കേട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിപ്പോൾ പുട്ടിനൊപ്പം അപ്പം ഇഡ്ലിപ്പം പിന്നെ നൂലപ്പം അതിൻ്റെ ഒക്കെ ഒപ്പം കോമ്പിനേഷനായി കഴിക്കാൻ പറ്റിയ കടലക്കറിയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 2 കപ്പ് കടല തലേ ദിവസം കഴുകിയതിന് ശേഷം വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അത് കുക്കറിലേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. ഇത് ഞാൻ വറുത്തടിച്ചിട്ടാണ് കേട്ടോ വയ്ക്കുന്നത്. അപ്പോൾ കടല വേവിക്കാനായിട്ട് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. ഏകദേശം കടലയുടെ ഒപ്പം ആയിട്ട് തന്നെ വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. കണ്ടില്ലേ, ഇത് ഇതേപോലെ ഈ ഒരു അളവിലാണ് ഞാൻ ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. അപ്പോൾ കുക്കറിലായതുകൊണ്ട് 5 വിസിലാണ് ഞാൻ അടുപ്പിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ കുക്കറിൻ്റെ വേവ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കുക്കറിൽ നിന്ന് വിസിൽ വന്നിട്ടുണ്ട്. പ്രഷർ പോകാൻ വേണ്ടിയിട്ട് ഞാൻ വെച്ചെടുക്കുകയാണ്. നമുക്ക് ആ നേരം കൊണ്ട് കടലക്കറിയുടെ ബാക്കി അരികളൊക്കെ നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീൻചട്ടിയാണ് അടുപ്പത്ത് വെച്ചിട്ടുള്ളത്. ഈ ചീൻചട്ടി ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം കേട്ടോ. നമ്മൾ വറുത്തരച്ചിട്ടില്ല വെക്കുന്നത്. അപ്പോൾ നമുക്ക് നാളെയിലൊക്കെ വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ പെരുംജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഈ പെരുംജീരകം പൊട്ടി വറ്റ്. ഇനി ഇതിലേക്ക് നമുക്ക് നാളികേരം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇത് കണ്ടില്ല, 1/2 കപ്പിൻ്റെ കപ്പിൽ നാളികേരം എടുത്തിട്ടുണ്ട്. നല്ല പോലെ നിറച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ടിത് നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നന്നാക്കി വെച്ചിട്ടുള്ള 1 ഉണ്ട വെളുത്തുള്ളി ഇട്ട് കൊടുക്കുകയാണ്. വെളുത്തുള്ളിയുടെ ഫ്ലേവർ ഇഷ്ടമല്ലെങ്കിൽ ഇട്ട് കൊടുക്കണ്ട കേട്ടോ, ഓപ്ഷണലാണ്. കടലയാകുമ്പോൾ ഗ്യാസിൻ്റെ പ്രശ്നമുള്ളവർ ഉണ്ടാവുമല്ലോ, അവർക്ക് വെളുത്തുള്ളി ഇടുന്നത് നല്ലതാണ്. പിന്നെ ഇതിലേക്ക് 1 മീഡിയം സൈസ് ഇഞ്ചി ചെറിയ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ 2 പച്ചമുളക് അരിഞ്ഞ് വെച്ചത്, 7 ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചത്, ഇതെല്ലാതും ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പില, അപ്പോൾ ഇതെല്ലാം ഇട്ട് കൊടുത്തതിന് ശേഷം നല്ല പോലെ ഇളക്കി കൊടുക്കാം കേട്ടോ. ഇതിനി നല്ല പോലെ മുരിഞ്ഞ് വരണം കേട്ടോ. ഒരു റെഡ് കളർ വരണം, നാളെയൊക്കെ റെഡ് കളറാവും. അപ്പോൾ അത് വരെ ഇളക്കി കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ ഫ്ലെയിമിങ് ഓഫ് ചെയ്യാം കേട്ടോ. ഈ നാളികേരമൊക്കെ ഞാൻ ഒരു പ്ലേറ്റിലേക്ക് പകർത്തി വയ്ക്കുന്നുണ്ട്. ഇത് ചൂടാറിന് ശേഷം അരച്ചെടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ഒരു പ്ലേറ്റിലേക്ക് ഇത് പകർത്തി വയ്ക്കുന്നത്. കണ്ടില്ലേ, ഇതിൻ്റെ ചൂടാറട്ടെ കേട്ടോ. ചൂടാറിന് ശേഷം നമുക്കിത് അരച്ചെടുക്കാം. ഇനി ഈ സെയിം ചീൻചട്ടിയിൽ തന്നെ ഞാൻ കറിയിലേക്ക് ഇട്ട് കൊടുക്കുന്ന പൊടികളെല്ലാം ചൂടാക്കി എടുക്കുകയാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ 3/4 ടേബിൾ സ്പൂൺ എരിവുള്ള മുളക് പൊടി. ഇത് നല്ല പോലെ ഇളക്കി കൊടുക്കാം. ഇത് ചൂടായി വരെ ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ അതേ പൊടികളെല്ലാതും ചൂടായി വന്നിട്ടുണ്ട്. ഞാൻ ഇതൊരു പ്ലേറ്റിലേക്ക് പകർത്തി വയ്ക്കുകയാണ്. ഈ ചീഞ്ചട്ടിയിൽ തന്നെ വെക്കുകയാണെങ്കിലേ ചിലപ്പോൾ ചീഞ്ചട്ടി ചൂട് കാരണം ഈ പൊടികളൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതില്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചീഞ്ചട്ടിയിൽ നിന്ന് പ്ലേറ്റിലേക്ക് പകർത്തി വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി കടലക്കറി ഉണ്ടാക്കാനായിട്ട് നോക്കാം. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്. ഇതേ കടല വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിതിൻ്റെ ഫ്ലെയിം ഓണാക്കി വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചൂടാറാനായിട്ട് മാറ്റി വെച്ചിട്ടുള്ള പൊടികളില്ലേ, മുളക് പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ അതൊക്കെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ പൊടികളെല്ലാതും ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഇനി ഇത് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ കടല നല്ലപോലെ മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം. 1 തക്കാളി അരിഞ്ഞിട്ടുള്ളതാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത് നല്ല തിളപ്പിച്ച വെള്ളമാണ് കേട്ടോ. തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം കടലയുടെ ഒപ്പത്തിന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ടതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ തിളച്ച് വരണം. നമ്മൾ ഇട്ട് കൊടുത്ത തക്കാളിക്കില്ലേ, അതൊക്കെ വെന്ത് വരണം. അതിന് ശേഷം നമുക്ക് നാളികേരം അരച്ചിട്ടുള്ള മിക്സൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ.
അപ്പോൾ കടല നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. തക്കാളി എല്ലാം വെന്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് വറുത്ത് വെച്ചിട്ട് നാളികേരം അരച്ചിട്ടുള്ള അരപ്പ് ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഈ നാളികേരമൊക്കെ അരച്ചെടുത്തിട്ടുള്ള മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്നുകൂടി ഒന്ന് അടിച്ചെടുത്തിട്ട് അതുകൂടി ഇങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ആ അരപ്പ് മൊത്തത്തോടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത്. കടലക്കറി എപ്പോഴും ഉണ്ടാക്കുമ്പോഴേ അതിൻ്റെ ചാറും ആ കടലയില്ലേ അതും രണ്ടും മിക്സായിട്ട് വരണം. കൂടുതൽ വെള്ളം പോലെ ആവാനും പാടില്ല, എന്നാൽ നല്ല കട്ടിയാവാനും പാടില്ല. ആ ഒരു കൺസിസ്റ്റൻസിയിൽ വേണം കേട്ടോ നമ്മൾ കടലക്കറി ഉണ്ടാക്കാനായിട്ട്. ഈ ടൈമിൽ കറിയിൽ ഇട്ട് കൊടുത്തിട്ടുള്ള ഉപ്പിൻ്റെ അളവൊക്കെ നമുക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കി നോക്കാം. ഞാൻ നോക്കിയപ്പോൾ ഉപ്പിൻ്റെ അളവിൽ അതും കറക്റ്റാണ്. അഥവാ നിങ്ങളുടെ എങ്ങാനും കുറവുണ്ടെങ്കിൽ ഈ ടൈമിൽ ഉപ്പിട്ട് കൊടുത്തോളൂ കേട്ടോ. ഇനി ഈ കറി നല്ലപോലെ തിളച്ച് കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ കറി തിളച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിത് ഫ്ലെയിം ഓഫ് ചെയ്യാണ്. നമുക്കിനി ഇതിലേക്ക് താളിച്ച് വയ്ക്കാനായിട്ട് നോക്കാം. അപ്പോൾ താളിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ചീഞ്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെളിച്ചെണ്ണ ചൂടായി വന്നു കഴിഞ്ഞാൽ അരിഞ്ഞ് വെച്ചിട്ടുള്ള ചെറിയ ഉള്ളിയില്ലേ അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ചെറുള്ളിയും അതുപോലെ തന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ മൂത്ത് വരുന്ന വരെ ഇളക്കി കൊടുക്കാം കേട്ടോ. മൂത്ത് വരുന്ന പറഞ്ഞില്ലേ ഒരു ചുവപ്പ് കളറായി വരുന്ന വരെ നമുക്കിത് ഇളക്കി കൊടുക്കാം. അപ്പോൾ ചുവന്നുള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ഈ ടൈമിലേക്ക് ഇതിലേക്ക് 1/2 ടീസ്പൂൺ മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് കടലക്കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വറുത്തരച്ച കടലക്കറി റെഡി ആയിട്ടുണ്ട്. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ്. പുട്ടിൻ്റെ ഒപ്പം അതുപോലെ തന്നെ ഇഡ്ഡലിയുടെ ഒപ്പം നൂലപ്പത്തിൻ്റെ ഒപ്പം ഒക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റുള്ള റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി നോക്കണം. അതുപോലെ തന്നെ നമ്മൾ കാച്ചി വയ്ക്കുമ്പോൾ അതിന് അവസാനം നമ്മൾ മസാലപ്പൊടി ഇടണല്ലേ അതൊക്കെ ഇട്ടിട്ട് നമ്മൾ ഈ കറിയിലേക്ക് വെച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ഫ്ലേവറാണ് നമ്മുടെ കറിയിലേക്ക് വരുന്നത്. കഴിക്കാൻ നല്ല ടേസ്റ്റുള്ള ഒരു കടലക്കറിയാണ്. അപ്പോൾ എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കി നോക്കണം. ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ബട്ടൺ അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന ഓൾ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോ വരുന്നവരെ നന്ദി, നമസ്കാരം.